ഹലോ ഗൈസ്, കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അല്ലേ ഗൈസ്. നമ്മളൊന്ന് വലിയൊരു മല കയറാൻ പോവുകയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സ്ഥലത്ത് കേട്ടോ നമ്മൾ പോണത്. കക്കാടം വയലിലേക്കാണ് പോണതൊക്കെ കൊള്ളാം, പക്ഷെ റോഡിന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു പോവാട്ടോ. അവിടേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ ഭയങ്കര മെയിനാലായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ കുറച്ച് എത്തിയപ്പോൾ തന്നെ എന്നെയും കൊണ്ട് പറ്റൂലെന്നൊക്കെ മനസ്സിലായി. അത് നിങ്ങൾക്ക് ഈ ഇരുത്തരിക്കണ കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ പാടെ നമ്മൾ മോളിലെത്തി കഴിഞ്ഞ പിന്നെ വേറെ ലോകമാണ് ഗൈസ്. പിന്നെ നമ്മൾ ആ കയറിയ കഷ്ടപ്പാടും ഒക്കെ നമ്മൾ മറക്കും. എന്തായാലും ഒരു മല കയറിയിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ മല കയറാൻ തന്നെ തുടങ്ങിയത്. മോൾക്ക് എത്തിയിട്ട് നമ്മൾ 1-2 വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഭയങ്കര കോടയായിരുന്നു ഗൈസ്. ഒരു 9-9:30 ആയപ്പോഴുള്ള അവസ്ഥയായിരുന്നു. നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഒരു 11 മണിയായിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങണത്. തിരിച്ചു പോരുമ്പോൾ ചുറ്റിലും കൂരാക്കൂരിരുട്ട്, ഒന്നും കാണാല്ല, വെറും ഇരുട്ട്. നമ്മുടെ ഫോണിന്റെ ലൈറ്റ് മാത്രം. പിന്നെ നമ്മൾ അവിടെ കൂടുതൽ നിന്നില്ല, വല്ല പുലിയെങ്ങാനും ഇറങ്ങിയാലോ. Okay. Yes. ഇവിടെ കുറച്ച് ടാസ്ക്കാണ്. ബാക്കിലൊക്കെ മണ്ണാവി. ഇറക്കത്തിലൂടെ മിസ്റ്റർ ഷാവുലി കൈ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു ഗൈസ്. പിന്നെ വേറൊരു കാര്യം, കേറിയതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങാന്. Adventure of Husna. 1, 2, 3, 4. Husna's vlog. Yes, come on. Yes. Yes. Step 1 down. Step 2. Yes. Okay. This is track of symbol. But Husna. മലൻ്റെ മുകൾക്ക് കയറുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മാത്രമായി. ഒരു കാടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മാത്രം. ചുറ്റിലും എന്തൊക്കെ പക്ഷികളുടെ സൗണ്ടും പാമ്പിൻ്റെ കരച്ചിലും ഒക്കെ. നമ്മൾ 4 സൈഡിലേക്ക് നോക്കി നമുക്ക് എന്തായാലും പേടിയാവുന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഒരേ ഒരു വഴി, ഒരേ ഒരു ചിന്ത എന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി. പക്ഷേ കാട് നമ്മളെ വഴിതെറ്റിച്ചു, നമുക്ക് വഴിതെറ്റി. നമ്മൾ പോയത് വേറെ വഴിക്കാണെങ്കിലും തിരിച്ചു വന്നത് വേറെ ഏതോ വഴി കൂടെയാണ് കേട്ടോ. ഈ വലിയ മല കയറുമ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, പഠിച്ചോനെ കഴിഞ്ഞ് ഞാൻ ഈ വഴിക്കില്ലാന്ന് തീരുമാനിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ മുകൾക്ക് എത്തിയപ്പോൾ എനിക്ക് ആ ചിന്ത ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ താഴത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.